ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് പുതിയൊരു ഓർക്കിഡ് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഓർക്കിഡ്സ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായി വളരുന്നുണ്ടോ? നമ്മുടെ ഓർക്കിഡ്സിന് നമ്മൾ 1 വീക്ക് കൂടുമ്പോൾ എന്തായാലും ഫെർട്ടിലൈസർ ഓർഗാനിക് ആകട്ടെ കെമിക്കൽ ആകട്ടെ കൊടുക്കണം. അത് നിർബന്ധമാണ്, കമ്പൽസറി ആണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഓർക്കിഡ്സ് നന്നായി വളരൂ, പൂവിടുകയും ഒക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബൂസ്റ്റർ ഡോസായിട്ട് നമുക്ക് നമ്മുടെ ഓർക്കിഡിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ്, അതായത് നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ബൂസ്റ്റർ ഡോസാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഇത് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഏത്തക്കായുടെ തൊലി, പിന്നെ കുറച്ച് നമ്മുടെ മുട്ടയുടെ ഷെല്ല്. ഇത് വെച്ച് നമുക്ക് സീറോ കോസ്റ്റിൽ ഒരു അടിപൊളി ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മുടെ ഓർക്കിഡിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. ഇത് നമുക്ക് ഒരു 2 കപ്പ് വെള്ളം വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങുന്ന പോലെ നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇതിൽ ധാരാളം നൈട്രജൻ കണ്ടന്റ്, ഫോസ്ഫറസ്, അയൺ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഓർക്കിഡ്സിൻ്റെ ഗ്രോത്തിന് ഏറ്റവും നല്ല നൈട്രജൻ അടങ്ങിയ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇതൊരു 2-3 ഡേയ്സ് നമ്മൾ വെച്ച് പുളിപ്പിച്ച ശേഷമാണ് നമ്മൾ ഇതെടുത്തിരിക്കുന്നത്. എല്ലാ വളങ്ങളും നമ്മൾ പുളിപ്പിച്ച ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതിന് ഇരട്ടി അതായത് ഗുണമുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിത് അരിച്ചൊന്നെടുക്കുകയാണ്. നമ്മളിത് അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്പ്രെയറിലല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്പ്രെയറല്ലേ കേടാകും. അപ്പോൾ അതിന് നാരോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഇത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാ കണ്ടില്ലേ, അതിൻ്റെ കളർ പോലും മാറി നല്ല യെല്ലോ കളറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലല്ലേ യൂസ് ചെയ്യുന്നത്. നമ്മളിത് 4 ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത ശേഷമാണ് നമ്മൾ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിതുപോലൊരു കപ്പ് ഇതുപോലൊരു പാത്രത്തിൽ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത ശേഷമാണ് സ്പ്രെയറിലൊഴിച്ച് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെറിയ ചെടികൾക്ക് എപ്പോഴും ഇതുപോലെ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ വളരുന്നതിനുള്ള വളങ്ങൾ ഫെർട്ടിലൈസർ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് പുതിയ പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുങ്ങൾക്ക് നന്നായിട്ട് വളരാൻ വേണ്ടി നമ്മൾ ഈ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയ ഈ ഒരു ഫെർട്ടിലൈസർ, ഓർഗാനിക് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുവാണ്. ഇത് നന്നായി അതിൻ്റെ വേരിലും അതിൻ്റെ ഇലയിലും ഒക്കെ നന്നായി അതിൻ്റെ തണ്ടിലും ഒക്കെ അടിച്ചു കൊടുക്കണേ. അപ്പം നന്നായി ഇത് വളരും, നല്ല നല്ല പുഷ്ടിയായിട്ട് വളരുന്ന കാണാമേ. പിന്നെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ചെറിയ ചെടികൾക്ക് നമ്മൾ ഒരിക്കലും ഫ്ലവറിങ്ങിൻ്റെ, അതായത് കെമിക്കലായിട്ടുള്ള ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസർ കിട്ടും, അത് അടിച്ചു കൊടുക്കരുത്. നമ്മൾ ചെറിയ പ്ലാന്റിന് തീർച്ചയായിട്ടും വളരുന്നതിനുള്ള ഫെർട്ടിലൈസർ അടിച്ചു കൊടുത്ത് ഇത് നന്നായി വളർന്ന ശേഷം മാത്രമേ ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, എന്തായാലും ഞാൻ മേടിച്ച ഈ ചെറിയ ചെടികളാണ്. ഇതുങ്ങളെ ഇനി വളർത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തു കൊടുക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വളരെയധികം യൂസ്ഫുള്ളാണ്. എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.